2016 ഇറങ്ങിയ ഒരു അടിപൊളി റഷ്യൻ ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് മാഫിയ ദ ഗെയിം ഓഫ് സർവൈവൽ. ഒരു കൂട്ടം പേര് മാരകമായ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ പോയി. മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഭയാനകമായ അപകടങ്ങൾ നിറഞ്ഞ ഗെയിമായിരുന്നു അത്. അങ്ങനെ അവർ ആ ഗെയിമിൽ അതിജീവിക്കാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. 2077 റഷ്യയിലാണ് കഥ നടക്കുന്നത്. ഈ കാലത്തിലെ ലോക പ്രശസ്തമായ ഒരു ഗെയിം ഷോ ആണ് മാഫിയ. ആ ഷോയുടെ 57ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്ന രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. വളരെ വലിയൊരു സ്റ്റേജിൽ വെച്ചാണ് ഈ ഗെയിം ഷോ നടത്തുന്നത്. സ്റ്റേജിന് നടുക്ക് കണ്ടസ്റ്റന്റ്സ് ഇരിപ്പുണ്ട്. അതിനു ചുറ്റും ആയിരക്കണക്കിന് കാഴ്ചക്കാരുമുണ്ട്. അതിനു പുറമെ ഇത് ലോകമെമ്പാടും ലൈവായിട്ട് ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട്. ഷോയുടെ ഹോസ്റ്റ് ഗെയിമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വിവരിച്ചു കൊടുക്കുകയാണ്. 11 മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 11 പേർക്കും സ്റ്റേജിൽ തന്നെ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എണീറ്റ് പോകാനൊന്നും പറ്റില്ല. സ്റ്റേജിന്റെ നടുക്ക് കാണുന്ന ദ്രാവകം പോലത്തെ ഗോളം ശരിക്കും വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. കണ്ടസ്റ്റന്റ്സിനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, മാഫിയകളും സിവിലിയൻസും. ഗെയിം തുടങ്ങുമ്പോൾ ആദ്യം സൂപ്പർ കമ്പ്യൂട്ടർ ഇതിൽ നിന്നും 2 പേരെ റാൻഡമായിട്ട് തിരഞ്ഞെടുക്കും. ഈ 2 പേരും മാഫിയകളായിരിക്കും. ബാക്കിയുള്ള 9 പേര് സിവിലിയൻസും. പക്ഷെ ആരൊക്കെയാണ് മാഫിയകളെന്ന് കമ്പ്യൂട്ടർ വേറെ ആരോടും പറയില്ല. ആ സത്യം അറിയാവുന്നത് മാഫിയകൾക്ക് മാത്രമായിരിക്കും. കൂട്ടത്തിൽ ആരാണ് മാഫിയകളെന്ന് കണ്ടെത്തി അവരെ വോട്ടിങ്ങിലൂടെ സിവിലിയൻസ് പുറത്താക്കണം. അങ്ങനെ 2 മാഫിയകളെയും പുറത്താക്കിയാൽ ഗെയിം തീരും. അപ്പോൾ സിവിലിയൻസിന് 8000 കോടി രൂപ സമ്മാനം കിട്ടും. അതിനാൽ മാഫിയകൾ വിശ്വസനീയമായ രീതിയിൽ സിവിലിയൻസിനെ പോലെ അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ച് അവസാനം എല്ലാ സിവിലിയൻസിനെയും പുറത്താക്കിയാൽ മാഫിയകൾക്ക് 8000 കോടി രൂപ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഒരാൾ പുറത്താക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അയാളെ വെറുതെ വിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അയാളെ ആ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. കമ്പ്യൂട്ടറാണെങ്കിൽ അയാളെ ബോധം കെടുത്തിയിട്ട് അയാളുടെ ബോധത്തിനെ കമ്പ്യൂട്ടർ സിമുലേഷനിലേക്ക് കൊണ്ടുപോകും. ആ സിമുലേഷനിൽ മാരകമായ എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടായിരിക്കും. ആ ചലഞ്ചിൽ നിന്നും രക്ഷപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് സിമുലേഷനിൽ നിന്നും ഉണർന്ന് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റൂ. സിമുലേഷനിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ കമ്പ്യൂട്ടർ അയാളെ യഥാർത്ഥത്തിലും കൊന്നുകളയും. അതിനു പുറമെ ഓരോ തവണ വോട്ടിംഗ് കഴിയുമ്പോഴും കുറച്ച് മിനിറ്റുകൾ നേരത്തേക്ക് എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും ബോധം കെടുത്തും. ബ്രേക്ക് പോയിന്റ് എന്നാണ് ആ സമയത്തിനെ പറയുന്നത്. ആ സമയം മാഫിയകളുടെ ഓർമ്മകളെ മാത്രം കമ്പ്യൂട്ടർ ഒരു സിമുലേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് അവർക്ക് തമ്മിൽ സംസാരിക്കാനും അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല, പുറത്താക്കാനായിട്ട് ഏതെങ്കിലും ഒരു സിവിലിയനെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം, ഇതിൽ ഓറഞ്ച് വസ്ത്രം ധരിച്ച 2 പേരെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവര് യഥാർത്ഥത്തിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടി ജയിലിൽ കിടന്ന ക്രിമിനൽസ് ആണ്. എല്ലാ വർഷവും കണ്ടസ്റ്റന്റ്സിൽ 2 പേര് ഇങ്ങനെയുള്ള ക്രിമിനൽസ് ആയിരിക്കും. ഇവരാണ് ജയിക്കുന്നതെങ്കിൽ ഇവർക്ക് സമ്മാനത്തുക കിട്ടില്ല. അതിനു പകരം ഇവരെ ജയിലിൽ നിന്നും മോചിതരാക്കും. അങ്ങനെ റൂൾസ് എല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഹോസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഹോസ്റ്റ് തന്നെയാണ് ഈ ഗെയിമിന്റെ ക്രിയേറ്ററും. അയാൾ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അവിടെ ഇരുന്നാണ് അയാൾ ഗെയിം ഷോ നിയന്ത്രിക്കുന്നത്. കമ്പ്യൂട്ടർ 2 മാഫിയകളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇനി എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്ത ശേഷം വോട്ടിംഗ് ചെയ്ത് മാഫിയകളെ പുറത്താക്കാൻ ഹോസ്റ്റ് പറഞ്ഞു. അതിന് 10 മിനിറ്റ് സമയവും നൽകി. 10 മിനിറ്റിനുള്ളിൽ ആരെങ്കിലും ഭൂരിപക്ഷത്തോടെ വോട്ടിംഗ് ചെയ്ത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ റാൻഡമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും. ആദ്യം ലൂക്ക അയാളെ തന്നെ സ്വയം പരിചയപ്പെടുത്തി. ഇയാൾക്ക് യഥാർത്ഥത്തിൽ 100 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. പ്രായം കൂടാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഗാംബ്ലിങ്ങിലൂടെ ഇയാള് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും കാലം ജീവിച്ചതിനാൽ ഇനി ജീവിക്കാനുള്ള ഇൻട്രസ്റ്റ് പോലും ഇയാൾക്കിപ്പോ ഇല്ല. അതിനാൽ മരിച്ചാലും സാരമില്ലെന്ന് കരുതി വെറും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് അയാൾ ഈ ഗെയിം ഷോയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലെന്നും ഞാൻ മാഫിയ അല്ലെന്നും ലൂക്ക പറഞ്ഞു. അടുത്ത് ജോൺ എലായ് അവനെ പരിചയപ്പെടുത്തി. ഇവന് ക്യാൻസർ പിടിപെട്ടിരിക്കുകയാണ്. ഇനി ഏതാനും ചില മാസങ്ങൾ മാത്രമേ ഇവൻ ജീവിച്ചിരിക്കൂ. ഇവന് ഭാര്യയും 2 മക്കളുമുണ്ട്. താൻ മരിച്ചാലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ കാശുണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് ഇവൻ ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. ഞാനും മാഫിയ അല്ലെന്ന് ജോണും പറഞ്ഞു. ഇതെല്ലാം ലോകം മുഴുവനുമുള്ള ജനങ്ങളും ലൈവായിട്ട് ടിവിയിൽ കാണുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാവരും ഞങ്ങൾ മാഫിയ അല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാവരും വളരെ വിശ്വസനീയമായ രീതിയിലാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ആരൊക്കെയാണ് മാഫിയ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ എല്ലാവരും ശരിക്കും കൺഫ്യൂഷനിലായി. അതിനിടയിൽ ഞാൻ യഥാർത്ഥത്തിൽ കുറ്റവാളിയല്ലെന്നും എന്നെ പോലീസുകാർ കുടുക്കിയതാണെന്നും ജെയിംസ് ഇവാൻ പറഞ്ഞു. അപ്പോൾ 4 കൊലപാതകങ്ങൾ ചെയ്ത ഞാൻ അടക്കമുള്ള എല്ലാ കുറ്റവാളികളും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നും അതുകൊണ്ട് നീ വെറുതെ നിരപരാധിയായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും ചാൾസ് പറഞ്ഞു. ശേഷം ആരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി.
അവസാനം എനിക്ക് ക്രില്ലിനെയാണ് സംശയമെന്ന് മേരി പറഞ്ഞു. ഉടനെ ഡേവിഡ് പീറ്ററും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോഴാണ് ചാൾസ് ഒരു കാര്യമോർത്തത്. അവൻ മുൻപ് മേരിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ടിവിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ മേരിയുടെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുകയാണ്. അവള് പണ്ടൊരു ഡാൻസർ ആയിരുന്നു. ഡേവിഡാണ് അവളുടെ ഏറ്റവും വലിയ ഫാൻ. അവളുടെ എല്ലാ പ്രോഗ്രാമിനും ഡേവിഡ് മുൻപന്തിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതിനാൽ ഡേവിഡിനെ മേരിയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന രീതിയിൽ മീഡിയകൾ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു മാരകമായ കാർ ആക്സിഡന്റിൽ പെട്ട് മേരിയുടെ കാലിന് ഭേദമാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു തകരാറ് സംഭവിച്ചു. ഇനി അത് ശരിയാക്കണമെങ്കിൽ മെക്കാനിക്കൽ കാലുകൾ വെച്ച് പിടിപ്പിക്കണം. പക്ഷെ അതിന് ഒരുപാട് കാശാകും. അതിനു വേണ്ടിയിട്ടാണ് മേരി ഈ ഗെയിമിൽ പങ്കെടുക്കാൻ വന്നത്. എന്തായാലും ഇവര് തമ്മിൽ മുൻ പരിചയമുള്ളതിനാൽ ഇവരെ ഒത്തുചേർന്ന് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കുമെന്നും മിക്കവാറും ഇവരായിരിക്കും മാഫിയകളെന്നും ചാൾസ് പറഞ്ഞു. അപ്പോഴാണ് ഡേവിഡ് ഒരു സത്യം പറഞ്ഞത്. ഡേവിഡാണ് മേരിയുടെ ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ മീഡിയകൾ പറയുന്നത് പോലെ അവൻ അവളുടെ ബോയ്ഫ്രണ്ട് ഒന്നുമല്ല. അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അവളേക്കാൾ കൂടുതൽ ഡേവിഡിനാണ് വിഷമമായത്. കാരണം ഒരു ഫാൻ എന്നതിലുപരി ഡേവിഡിന് മേരിയെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഈ ഗെയിമിൽ പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അവനും വന്നത്. എന്നിരുന്നാലും ഞങ്ങൾ ഒത്തുചേർന്ന് നിങ്ങളെ കബളിപ്പിക്കുകയല്ലെന്ന് ഡേവിഡ് 100% ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഡേവിഡ് പറഞ്ഞത് ആർക്കും തന്നെ വിശ്വാസമായില്ല. അതുകൊണ്ട് ഇവരിൽ ആരെയെങ്കിലും നമുക്ക് വോട്ട് ചെയ്ത് പുറത്താക്കണമെന്ന് ചാൾസ് പറഞ്ഞു. ഒട്ടും മടിക്കാതെ ആദ്യം ജോൺ മേരിക്ക് വോട്ട് ചെയ്തു. പിന്നെ ഓരോരുത്തരായിട്ട് മേരിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനാണ് മാഫിയെന്നും അവളെ പുറത്താക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ പുറത്താക്കണമെന്നും പറഞ്ഞ് ഡേവിഡ് ബഹളം വെച്ചു. പക്ഷെ അവൻ മേരിയെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറയുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് 6 പേര് അവളെ വോട്ട് ചെയ്തു. അതായത് അവൾക്ക് ഭൂരിപക്ഷം വോട്ടുകളായി. അങ്ങനെ അവളെ തിരഞ്ഞെടുത്തു. എന്നാൽ ഇവള് ശരിക്കും സിവിലിയൻ ആയിരുന്നുവെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. എല്ലാവരും നിരാശരായി പോയി. ശേഷം അവളെയും കൊണ്ട് അവളുടെ സീറ്റ് ഉയർന്നു പൊങ്ങി കമ്പ്യൂട്ടറിനുള്ളിൽ കയറി. അപ്പോൾ കമ്പ്യൂട്ടർ അവളുടെ ബോധത്തിനെ സിമുലേഷൻ ലോകത്തിലേക്ക് കൊണ്ടുപോയി. ഒരാള് എന്തിനെയാണോ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചലഞ്ച് ആയിരിക്കും സിമുലേഷനിൽ ഉള്ളത്. മേരി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മഴയും ഇടിമിന്നലുമാണ്. അതിനാൽ മഴയും മിന്നലും നിറഞ്ഞ ഒരു കാടിന്റെ സിമുലേഷനിലാണ് കമ്പ്യൂട്ടർ അവളെ കൊണ്ടിട്ടത്. ഈ മിന്നലിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതാണ് ഇവളുടെ ചലഞ്ച്. അവള് കുറെ ദൂരം ഓടി. അവസാനം ഓടി ഒരു ക്ലിഫിന് മുന്നിലെത്തി. താഴെ വെള്ളമായതുകൊണ്ട് ചാടിയാൽ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ അവൾക്ക് താഴേക്ക് ചാടാൻ ഭയങ്കര പേടിയായിരുന്നു. ഒടുവിൽ സകല ധൈര്യവും കൈവരിച്ച് ചാടാൻ തുടങ്ങിയതും മിന്നലടിച്ച് അവള് മരിച്ചുപോയി. ഉടനെ യഥാർത്ഥത്തിലും അവളെ കമ്പ്യൂട്ടർ പൊടിച്ചു കളഞ്ഞു. ഇങ്ങനെ 2 പേര് തമ്മിൽ മുൻപരിചയമുണ്ടെന്ന് കരുതി അവര് മാഫിയ ആയിരിക്കണമെന്നില്ല. ഇതേ മിസ്റ്റേക്ക് എല്ലാ തവണയും കണ്ടസ്റ്റൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് ഹോസ്റ്റ് മുന്നറിയിപ്പ് നൽകി. ഒരു വോട്ടിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത് ബ്രേക്ക് പോയിന്റ് ആണെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാവരും ബോധം കെട്ടു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് എല്ലാവരും ഉണർന്നു. അപ്പോൾ ചാൾസിനെയാണ് മാഫിയകൾ പുറത്താക്കാൻ തിരഞ്ഞെടുത്തതെന്ന് ഹോസ്റ്റ് പറഞ്ഞു. ഉടനെ അവനെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഞാൻ ജീവനോടെ തിരിച്ചു വന്നാൽ നിന്നെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചാൾസ് പോയത്. ചാൾസിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മരിക്കുന്നതാണ് ഏറ്റവും വലിയ പേടി. അതുകൊണ്ട് അവനെ ഒരു ഫൈറ്റിംഗ് അറീനയ്ക്ക് നടുവിൽ കൊണ്ടിട്ടു. അത് കാണാൻ ചുറ്റും 100 കണക്കിന് പേര് നിൽപ്പുണ്ട്. ആർമറൊക്കെ ധരിച്ച 2 പേരുമായിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യേണ്ടത്. അവര് വന്ന് നിസ്സാരം പോലെ ചാൾസിനെ ഇടിച്ചു വീഴ്ത്തി. ഇടയ്ക്ക് ചാൾസിന്റെ മുഖത്ത് വെട്ടുകയും ചെയ്തു. പക്ഷെ ചാൾസ് ആളത്ര നിസ്സാരക്കാരനൊന്നും ആയിരുന്നില്ല. അവൻ കയ്യിൽ കിട്ടിയ ഒരു ബോട്ടിലെടുത്ത് ഒരാളെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് മറ്റവനെ ഒരു കല്ലെടുത്ത് തലമണ്ടയിൽ അടിച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ രണ്ടാമത്തവൻ വന്ന് ചാൾസിനെ വീണ്ടും ആക്രമിക്കാൻ നോക്കി. എന്നാൽ അപ്പോഴാണ് ചാൾസിന് ഒരു ചെറിയ കത്തി കിട്ടിയത്. അത് വെച്ച് ചാൾസ് രണ്ടാമത്തവനെയും കഴുത്തിൽ കുത്തി കൊന്നുകളഞ്ഞു. അങ്ങനെ അവൻ ചലഞ്ചിൽ ജയിച്ചു. രക്ഷപ്പെട്ടു എന്ന് കരുതി ചാൾസ് സന്തോഷിക്കുന്നതിനിടയിൽ അവൻ കാല് തന്നെ കുറച്ച് കൂർത്ത കമ്പികൾക്ക് മീതെ ചെന്നു വീണു. അതിലൊരു കമ്പി അവന്റെ കഴുത്തിലൂടെയാണ് കുത്തിക്കേറിയത്. അങ്ങനെ അവനും മരിച്ചു. ഇതുപോലെ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാനുള്ള സാധ്യത ഈ ഗെയിമിലുണ്ട്. അതിനാൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ഹോസ്റ്റ് വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകി. ചാൾസ് ആണ് മേരിയെ വോട്ട് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ചാൾസിന്റെ മരണത്തിൽ ഡേവിഡിന് സന്തോഷമാണ് തോന്നിയത്. ഇനി അടുത്ത് വീണ്ടും വോട്ട് ചെയ്യാനുള്ള സമയമാണ്. ആരെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ എല്ലാവരും തമ്മിൽ വീണ്ടും ചർച്ച തുടങ്ങി. ഡേവിഡ് മാഫിയയാണെന്ന് ഇതിനോടകം വെച്ച് തന്നെ എനിക്ക് മനസ്സിലായെന്ന് കോൺസ്റ്റന്റൈൻ പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റന്റൈന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഇവൻ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ്. മാത്തമാറ്റിക്കൽ പ്രഡിക്ഷൻസിലൂടെ പ്രശ്നങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവനുണ്ട്. പലരും ഇവനെ ഭാവി പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളവനായിട്ടാണ് പരിഗണിക്കുന്നത് പോലും. ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ അത് മിക്കവാറും ശരി തന്നെ ആയിരിക്കുമെന്ന് ചില കണ്ടസ്റ്റന്റ്സിന് തോന്നി.
എന്നാൽ നിനക്ക് നേരത്തെ തന്നെ ഡേവിഡ് മാഫിയയാണെന്ന് മനസ്സിലായെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ തവണ വോട്ടിംഗിൽ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വ്ളാഡിമിർ വാൾട്ടർ ചോദിച്ചു. അപ്പോൾ കഴിയുന്ന അത്ര പേരെയും ഒഴിവാക്കിയാൽ അവസാനം കിട്ടുന്ന കാശ് കുറച്ചു പേരുമായിട്ട് പങ്കിട്ടാൽ മതി. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ മേരിയെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതിരുന്നതെന്ന് കോൺസ്റ്റന്റൈൻ പറഞ്ഞു. അത് കേട്ടതും ഡേവിഡിന് ശരിക്കും ദേഷ്യം വന്നു. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് ഡേവിഡിന് തോന്നി. അതുകൊണ്ട് ഒരു മാഫിയ ഞാൻ തന്നെയാണെന്ന് അവൻ സ്വയം സമ്മതിച്ചു. എന്നിട്ട് രണ്ടാമത്തെ മാഫിയ കോൺസ്റ്റന്റൈൻ ആണെന്നും വെളിപ്പെടുത്തി. പക്ഷേ കോൺസ്റ്റന്റൈനും ഡേവിഡും മാഫിയയാണെങ്കിൽ പിന്നെ കോൺസ്റ്റന്റൈൻ എന്തിനാണ് കൂടെയുള്ള ആളെ ഒറ്റിയതെന്ന് ജെയിംസ് സംശയം പറഞ്ഞു. അതുമാത്രമല്ല, ഒരുപക്ഷെ കൂടുതൽ സിവിലിയൻസിനെ ഒഴിവാക്കാൻ വേണ്ടി കോൺസ്റ്റന്റൈൻ വെറുതെ ഡേവിഡിന്റെ പേര് പറഞ്ഞതാണോ എന്നതും വലിയൊരു സംശയമാണ്. അതുപോലെ കോൺസ്റ്റന്റൈൻ ഡേവിഡിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ കോൺസ്റ്റന്റൈൻ മാഫിയയാണെന്ന് ഡേവിഡ് വെറുതെ പറയുന്നതാണോ എന്നതും സംശയമാണ്. അങ്ങനെ ആരെ വോട്ട് ചെയ്യണമെന്നോർത്ത് എല്ലാവരും ആകെ ആശയക്കുഴപ്പത്തിലായി. എന്തായാലും കോൺസ്റ്റന്റൈനെ വോട്ട് ചെയ്യണമെന്നുള്ളവര് കൈപൊക്കാൻ ക്രില്ല് പറഞ്ഞു. ആദ്യം ഡേവിഡാണ് കൈ ഉയർത്തിയത്. കോൺസ്റ്റന്റൈന്റെ പ്രഡിക്ഷൻ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞ് ലോറയും കൈപൊക്കി. പിന്നെ ജോണും കൈപൊക്കി. അങ്ങനെ കോൺസ്റ്റന്റൈന് 3 വോട്ടുകളായി. അപ്പോൾ ഡേവിഡ് മാഫിയയാണെന്ന് സംശയിക്കുന്നവര് കൈപൊക്കാൻ ക്രില്ല് പറഞ്ഞു. എന്നിട്ട് അവൻ തന്നെ ആദ്യം കൈ ഉയർത്തി. പിന്നാലെ വ്ളാഡിമിറും കോൺസ്റ്റന്റൈനും ലൂക്കും ജെയിംസും പിന്നെ ജെയിൻ കെയ്റ്റും കൈപൊക്കി. അങ്ങനെ ഡേവിഡിന് 6 വോട്ടുകൾ കിട്ടി. അത് ഭൂരിപക്ഷമാണ്. അതിനാൽ അവനെ തിരഞ്ഞെടുത്തു. എന്നാൽ അവൻ സിവിലിയൻ ആയിരുന്നുവെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. ശേഷം അവനെയും കമ്പ്യൂട്ടറിനുള്ളിലാക്കി. നീന്താൻ അറിയാത്തതിനാൽ ഡേവിഡിന് ഏറ്റവും പേടിയുള്ളത് വെള്ളത്തിനെയാണ്. അതുകൊണ്ട് അവനെ കടലിന്റെ നടുക്ക് ഒരു ബോട്ടിലാണ് കമ്പ്യൂട്ടർ കൊണ്ടിട്ടത്. ചുറ്റിലും ധാരാളം ഷാർക്കുകളുണ്ട്. അവൻ വേഗം തുഴഞ്ഞു രക്ഷപ്പെടാൻ നോക്കി. അതിനിടയിൽ ബോട്ടിൽ ഒരു ദ്വാരവും വീണു. എങ്കിലും അവൻ വീണ്ടും തുഴഞ്ഞു. കരയിലെത്തിക്കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാം. എന്നാൽ കരയ്ക്ക് സമീപമെത്താറായതും ബോട്ട് മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഇനി എന്തായാലും തുഴയാൻ സാധിക്കില്ലെന്ന് അവന് മനസ്സിലായി. അപ്പോഴാണ് അവനൊരു ഐഡിയ തോന്നിയത്. അവനൊരു പങ്കായത്തിനെ എടുത്ത് പൊട്ടിച്ച് കൂർത്ത മുനയുള്ളതാക്കി മാറ്റി. എന്നിട്ട് അതിനെ ഒരു ഷാർക്കിന്റെ ദേഹത്ത് കുത്തിയിറക്കി. ആ ഷാർക്കിന്റെ മുറിവിൽ നിന്നും രക്തം വരുന്ന മണമടിച്ചതും ഉടനെ ബാക്കി എല്ലാ ഷാർക്കുകളും കൂടെ അതിനെ ആക്രമിക്കാൻ തുടങ്ങി. ആ തക്കത്തിൽ ഡേവിഡ് നൈസായിട്ട് നീന്തി രക്ഷപ്പെടാൻ നോക്കി. നീന്താൻ അറിയാത്തതിനാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ നീന്തുന്നത്. ഒടുവിൽ അവൻ കരയുടെ തൊട്ടടുത്തെത്തി. പക്ഷെ പെട്ടെന്ന് കര അപ്രത്യക്ഷമായി പോയി. അത് ഹോസ്റ്റ് ചെയ്ത പണിയാണ്. ആദ്യമേ തന്നെ ആൾക്കാർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഷോയ്ക്ക് റേറ്റിംഗ് കുറയും. അതുകൊണ്ട് ആദ്യം പുറത്താക്കപ്പെടുന്നവര് ഒരു രീതിയിലും രക്ഷപ്പെടാതിരിക്കാൻ ഹോസ്റ്റ് ഇതുപോലെയുള്ള പല ഉടായിപ്പുകളും കാണിക്കാറുണ്ട്. അങ്ങനെ അവസാനം ഷാർക്കുകളെല്ലാം കൂടെ ഡേവിഡിനെ കൊന്നുകളഞ്ഞു. 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് സിവിലിയൻസിനെ തിരഞ്ഞെടുത്തതിനാൽ അടുത്ത് ബ്രേക്ക് പോയിന്റിന് പകരം ഒരിക്കൽ കൂടി വോട്ടിംഗ് ചെയ്യാനുള്ള അവസരം ഹോസ്റ്റ് നൽകി. വോട്ടിംഗിന് 6 മിനിറ്റ് സമയപരിധിയും വെച്ചു. അങ്ങനെ വീണ്ടും എല്ലാവരും കൂടെ ചർച്ച തുടങ്ങി. ക്രിമിനൽസിനെയാണ് ആദ്യം സംശയിക്കേണ്ടതെന്ന് വ്ളാഡിമിർ പറഞ്ഞു. ജെയിംസിനെ ഉദ്ദേശിച്ചാണ് അയാൾ അത് പറഞ്ഞത്. അപ്പോൾ വ്ളാഡിമിറിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അയാള് ശരിക്കും ഒരു മിലിറ്ററിക്കാരനായിരുന്നു. പക്ഷെ ഒരിക്കൽ കുറെ ടെററിസ്റ്റുകളുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ വ്ളാഡിമിറിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത കുറെ ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടമായി. അതിനുശേഷം ഇയാൾക്ക് PTSD അസുഖം വന്നു. തന്റെ കൂട്ടാളികളെ രക്ഷിക്കാൻ പറ്റാതെ പോയ ആ സന്ദർഭം വ്ളാഡിമിർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നമാണ് ഇയാളുടെ ഏറ്റവും വലിയ പേടി. ഇതുപോലെ കുറെ ചെറുപ്പക്കാര് രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മരിക്കുമ്പോൾ നിന്നെയൊക്കെ പോലെയുള്ളവര് ആൾക്കാരെ കൊല്ലാൻ നടക്കുകയാണെന്ന് പറഞ്ഞ് വ്ളാഡിമിർ ജെയിംസിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. പക്ഷേ ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നാണ് ജെയിംസ് പറയുന്നത്. അപ്പോൾ ജെയിംസിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുകയാണ്. അവൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം പാർട്ടിക്ക് പോയിട്ട് അവന്റെ ഒരു ഫ്രണ്ടിന്റെ കാറിലാണ് തിരിച്ചു വന്നത്. ഫ്രണ്ടാണ് വണ്ടി ഓടിച്ചിരുന്നത്. കൂടെ വേറെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഫ്രണ്ട് വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വലിയൊരു ആക്സിഡന്റ് പറ്റി. അതിൽ 2 ഫ്രണ്ട്സ് മരിച്ചുപോയി. വണ്ടി ഓടിച്ചവനെയും ജെയിംസിനെയും അതുവഴി പോയ ആരോ രക്ഷപ്പെടുത്തി. പക്ഷേ കേസ് കോടതിയിലെത്തിയപ്പോൾ വണ്ടി ഓടിച്ചത് ജെയിംസ് ആണെന്നാണ് അവന്റെ ഫ്രണ്ട് പറഞ്ഞത്. ജെയിംസ് വണ്ടി ഓടിക്കുന്നത് കണ്ടുവെന്ന് പറയിക്കാൻ അവന്റെ ഫ്രണ്ട് ഒരു കള്ളസാക്ഷിയെയും കോടതിയിൽ കൊണ്ടുവന്നു. അങ്ങനെ തെളിവുകളെല്ലാം ജെയിംസിനെതിരായി. അങ്ങനെയാണ് അവൻ ജയിലിലായത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും വ്ളാഡിമിറിന് വിശ്വാസമായില്ല. അയാള് വീണ്ടും ജെയിംസിനെ തെറി വിളിച്ചു. അപ്പോൾ ലോറ ജെയിംസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ വ്ളാഡിമിറും ലോറയും തമ്മിൽ തർക്കമായി. ഒടുവിൽ ദേഷ്യം വന്ന വ്ളാഡിമിർ ലോറയ്ക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ലോറ തിരിച്ച് വ്ളാഡിമിറിനെ വോട്ട് ചെയ്തു. വ്ളാഡിമിറിന്റെ രോക്ഷാകുലമായ സ്വഭാവം കാരണം ആരും വ്ളാഡിമിറിനെ സപ്പോർട്ട് ചെയ്തില്ല. പകരം എല്ലാവരും വ്ളാഡിമിറിനെയാണ് വോട്ട് ചെയ്തത്. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയ വ്ളാഡിമിറിനെ തിരഞ്ഞെടുത്തു. എന്നാൽ അവനും സിവിലിയൻ ആയിരുന്നുവെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. ശേഷം വ്ളാഡിമിറിനെ കമ്പ്യൂട്ടറിനുള്ളിലാക്കി. ഒരു യുദ്ധം നടക്കുന്നതിന്റെ സിമുലേഷനിലാണ് അവനെ കൊണ്ടിട്ടത്. അവനും അവന്റെ ടീമും ടെററിസ്റ്റുകളുമായിട്ട് പൊരിഞ്ഞ യുദ്ധമായിരുന്നു. വ്ളാഡിമിർ ആണ് ടീമിന്റെ ക്യാപ്റ്റൻ.
ചുമരിനുള്ളിൽ നിന്നുമൊക്കെയാണ് ടെററിസ്റ്റുകൾ വരുന്നത്. വ്ളാഡിമിർ വളരെ വിദഗ്ധമായിട്ട് ടീമിനെ സംരക്ഷിക്കാൻ നോക്കി. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് ടീമിലെ എല്ലാവരെയും ടെററിസ്റ്റുകൾ കൊല്ലാൻ തുടങ്ങി. ഏറ്റവും മികച്ച 3 പേര് മാത്രം കുറെ നേരം ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നു. എന്നാൽ വ്ളാഡിമിറിന്റെ കൺമുന്നിൽ വെച്ച് അവരെയും ഒരു ടെററിസ്റ്റ് മിസൈൽ അയച്ച് കൊന്നുകളഞ്ഞു. വ്ളാഡിമിറിന് ഒരാളെ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല. അവസാനം ടെററിസ്റ്റുകൾ വ്ളാഡിമിറിനെയും കൊന്നുകളഞ്ഞു. ഇതുവരേക്കും 4 പേര് പുറത്തായി. ഇനി 7 പേരുണ്ട്. അടുത്ത് ബ്രേക്ക് പോയിന്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മാഫിയകൾ ലോറയെയാണ് തിരഞ്ഞെടുത്തതെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. അപ്പോൾ തന്റെ മരണം ഉറപ്പായെന്ന് ലോറയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് മരിക്കുന്നതിന് മുന്നേ അവൾ ഒരു വലിയ കുറ്റസമ്മതം നടത്തി. എന്താണെന്നാൽ ജെയിംസിനെതിരെ പണ്ട് കോടതിയിൽ മൊഴി നൽകിയ കള്ളസാക്ഷി യഥാർത്ഥത്തിൽ ലോറയായിരുന്നു. അതിനാൽ അവള് ജെയിംസിനോട് മാപ്പ് ചോദിച്ചു. ഉടനെ ലോറയുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അവള് പണ്ട് ഭയങ്കര റിച്ച് ആയിരുന്നു. നല്ലൊരു കുടുംബവും ഒരുപാട് കൂട്ടുകാരുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവള് പതിയെ ആൽക്കഹോളിക്കായി മാറി. അങ്ങനെ പതിയെ എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ അവളുടെ ശ്രദ്ധക്കുറവ് കാരണം അവളുടെ മകനും മരിക്കാനിടയായി. അതിനുശേഷം അവളുടെ ഹസ്ബൻഡ് അവളെ ഡിവോഴ്സ് ചെയ്തു. ഫ്രണ്ട്സും കുടുംബവും എല്ലാം അകന്നു മാറി. അതിനിടയിൽ കാശിന്റെ അത്യാവശ്യം വന്നപ്പോഴാണ് ജെയിംസിനെതിരെ അവള് കള്ളസാക്ഷ്യം പറഞ്ഞത്. ശേഷം ലോറ സിവിലിയൻ ആയിരുന്നുവെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. പിന്നെ അവളെ കമ്പ്യൂട്ടറിനുള്ളിലാക്കി. അവൾക്ക് ഏറ്റവും പേടിയുള്ളത് ഉയരത്തിനെയാണ്. അതിനാൽ അവളെ ഒരു പ്ലെയിനിന്റെ സിമുലേഷനിലാണ് കൊണ്ടിട്ടത്. കുറച്ചു ദൂരം പോയതും പെട്ടെന്ന് പ്ലെയിനിന്റെ മുന്നിൽ ഒരു ഭീമാകാരമായ ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെട്ടു. പ്ലെയിന് അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. അത് കാരണം പ്ലെയിന് തകരാൻ തുടങ്ങി. ലോറ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആകെ പേടിച്ച് മരവിച്ചിരുന്നു. അവസാനം പ്ലെയിൻ പല പല കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞുപോയി. അങ്ങനെ അവളും കൊല്ലപ്പെട്ടു. ഇനി 6 കണ്ടസ്റ്റൻസ് ഉണ്ട്. അടുത്ത ആളെ തിരഞ്ഞെടുക്കാൻ ഹോസ്റ്റ് 4 മിനിറ്റുകളാണ് നൽകിയത്. ജെയിംസ് ആണ് മാഫിയ. അവനെതിരെ പണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞതിന്റെ പ്രതികാരമായിട്ടാണ് ബ്രേക്ക് ടൈമിൽ അവൻ ലോറയെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവനെ വോട്ട് ചെയ്ത് പുറത്താക്കണമെന്ന് കോൺസ്റ്റന്റൈൻ പറഞ്ഞു. എന്നാൽ ഗെയിം തുടങ്ങി ഇത്രയും നേരമായിട്ടും കോൺസ്റ്റന്റൈൻ കൃത്യമായ ഒരു പ്രഡിക്ഷൻ പോലും ചെയ്തിട്ടില്ല. ഇത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തായാലും പ്രഡിക്ഷൻ തെറ്റിപ്പോകാനും സാധ്യതയില്ല. അതിനാൽ ഒരുപക്ഷെ കോൺസ്റ്റന്റൈൻ ആയിരിക്കും മാഫിയെന്നാണ് ജെയിൻ പറയുന്നത്. ഉടനെ ക്രില്ലും അത് ശരിവെച്ചു. അപ്പോഴാണ് ജോൺ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ജെയിനും ക്രില്ലും എപ്പോഴും പരസ്പരം സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഇതുവരേക്കും അവര് രണ്ടുപേരും ഒരേപോലെയാണ് വോട്ട് ചെയ്തത്. അതിനാൽ മാഫിയകൾ ഇവരായിരിക്കുമെന്ന് ജോൺ പറഞ്ഞു. പക്ഷേ ഈ ഗെയിമിൽ ഏറ്റവും നിഗൂഢമായിട്ട് ജെയിംസിന് തോന്നിയത് ജോണിനെയാണ്. കാരണം അവൻ ഇതുവരേക്കും സ്വന്തമായിട്ട് ഒരു തീരുമാനം പോലും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെന്തു പറയുന്നു അതിനെയാണ് അവൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ ഒരു മാഫിയ എന്തായാലും ജോൺ തന്നെ ആയിരിക്കുമെന്നാണ് ജെയിംസിന്റെ നിഗമനം. എന്നാൽ പിന്നെ കൂടുതൽ സമയം കളയാതെ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് കോൺസ്റ്റന്റൈൻ പറഞ്ഞു. ആദ്യം അവൻ തന്നെ ജെയിംസിനെ വോട്ട് ചെയ്തു. ജോണിനെ ജെയിംസ് സംശയിച്ചതിനാൽ ജോണും ജെയിംസിനെ വോട്ട് ചെയ്തു. ലൂക്കയ്ക്കും ജെയിംസിനെയാണ് സംശയം. അതുകൊണ്ട് അയാളും ജെയിംസിന് വോട്ട് നൽകി. അങ്ങനെ അവന് 3 വോട്ടുകളായി. അടുത്ത് ജെയിൻ വോട്ട് നൽകിയത് കോൺസ്റ്റന്റൈനാണ്. പ്രതീക്ഷിച്ചതുപോലെ ക്രില്ലും കോൺസ്റ്റന്റൈന് വോട്ട് ചെയ്തു. ജെയിംസ് ആണെങ്കിൽ ജോണിനെയാണ് വോട്ട് ചെയ്തത്. അങ്ങനെ ജെയിംസിന് 3ഉം കോൺസ്റ്റന്റൈന് 2ഉം ജോണിന് 1 വോട്ടും കിട്ടി. പക്ഷെ ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അയാൾക്ക് ഭൂരിപക്ഷം വോട്ടുകളും കിട്ടണം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് വോട്ട് ചെയ്യാൻ ഹോസ്റ്റ് പറഞ്ഞു. 2 മിനിറ്റിനുള്ളിൽ തന്നെ വോട്ടിംഗ് പൂർത്തിയാക്കണമെന്നും ഹോസ്റ്റ് മുന്നറിയിപ്പ് നൽകി. നേരത്തെ പോലെ ക്രില്ലും ജെയിനും കോൺസ്റ്റന്റൈനെ തന്നെ വോട്ട് ചെയ്തു. ഇത്തവണ ലൂക്കയും കോൺസ്റ്റന്റൈനാണ് വോട്ട് നൽകിയത്. ഇനിയും 1 വോട്ടും കൂടെ കിട്ടിയാലേ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതലൊന്നും ആലോചിക്കാതെ നീ മര്യാദയ്ക്ക് കോൺസ്റ്റന്റൈനെ വോട്ട് ചെയ്യാൻ ക്രില്ല് ജെയിംസിനോട് പറഞ്ഞു. പക്ഷെ ജെയിംസ് അപ്പോഴും അവന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവൻ വീണ്ടും ജോണിനെ തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോൺസ്റ്റന്റൈൻ അവനെ തന്നെ സ്വയം വോട്ട് ചെയ്തു. അങ്ങനെ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു മാഫിയ ഇവൻ തന്നെ ആയിരുന്നുവെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. അടുത്ത് അവന്റെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുകയാണ്. അവനും ലൂക്കയെ പോലെ ഒരു ബില്യണയറാണ്. പക്ഷേ ലൂക്കയേക്കാൾ പ്രായമുണ്ട്. ഇവനും വെറും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് വന്നത്. ഇത്രയും കാലം കൊണ്ട് അവന്റെ ജീവിതം തന്നെ അവൻ മടുത്തു. അതുകൊണ്ടാണ് മരിക്കാൻ വേണ്ടിയിട്ട് അവൻ അവനെ തന്നെ വോട്ട് ചെയ്തത്. അങ്ങനെ അവനെയും കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാക്കി. വയസ്സനായി മരിക്കുന്നതാണ് അവന്റെ ഏറ്റവും വലിയ പേടി. അതിനാൽ അവനെ ഒരു സ്റ്റെയർകേഴ്സിന്റെ ഏറ്റവും മുകളിലാണ് കൊണ്ടിട്ടത്. ഏറ്റവും താഴെ എത്തിയാൽ രക്ഷപ്പെടാം. പക്ഷെ അവന്റെ പ്രായം കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വയസ്സായി മരിക്കുന്നതിന് മുന്നേ താഴെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് കോൺസ്റ്റന്റൈന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനൊരു കണ്ണാടിയും നോക്കി ഒരിടത്ത് തന്നെ നിന്നു. നിമിഷ നേരം കൊണ്ട് അവൻ വയസ്സായി മരിക്കുകയും ചെയ്തു. അടുത്ത് ബ്രേക്ക് ടൈം ആയിരുന്നു.
ബ്രേക്ക് ടൈം കഴിഞ്ഞതും ജെയിംസിനെയാണ് മാഫിയ തിരഞ്ഞെടുത്തതെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. അവൻ ശരിക്കും തകർന്നുപോയി. എന്നിരുന്നാലും ഈ ഗെയിം ഷോയിൽ വന്നത് കാരണം താൻ കുറ്റക്കാരനല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ അവന് പറ്റി. ആ ഒരു സമാധാനം അവനുണ്ടായിരുന്നു. അവനും ഒരു സിവിലിയനാണെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. ശേഷം അവനെ കമ്പ്യൂട്ടറിനുള്ളിൽ കയറ്റി. അവന് വെടികൊണ്ട് മരിക്കുന്നതാണ് ഏറ്റവും വലിയ പേടി. അതിനാൽ ജയിലിന്റെ ഒരു സിമുലേഷനിലാണ് അവനെ കൊണ്ടിട്ടത്. അവിടെ കുറെ പോലീസുകാർ ചേർന്ന് അവനെ തുരുതുരാന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. അത് കണ്ടുകൊണ്ടിരുന്ന ലോകം മുഴുവൻ അവനെ ഓർത്ത് സഹതപിച്ചു. ഇനി ആകെ 4 പേരെ ബാക്കിയുള്ളൂ. അടുത്ത ആളെ തിരഞ്ഞെടുക്കാൻ ഹോസ്റ്റ് 2 മിനിറ്റ് സമയം നൽകി. ഇതായിരിക്കും അവസാനത്തെ വോട്ടിംഗ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ടൈമാണ്. ഇത്തവണ ഒരു സിവിലിയനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അടുത്ത ബ്രേക്ക് ടൈമിൽ മാഫിയ വീണ്ടും ഒരു സിവിലിയനെ കൂടെ കൊല്ലും. പിന്നെ 2 പേരെ ബാക്കിയുണ്ടായിരിക്കൂ. 2 പേര് ബാക്കിയുള്ളപ്പോൾ അതിലൊന്ന് മാഫിയയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാഫിയ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ വോട്ട് ചെയ്യണമെന്ന് ജോൺ പറഞ്ഞു. അപ്പോൾ നേരത്തെ ജോൺ പറഞ്ഞതുപോലെ ക്രില്ലും ജെയിനും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഇതിനോടകം വെച്ച് ലൂക്കയും മനസ്സിലാക്കി. അതിന്റെ കാരണം എന്താണെന്ന് ലൂക്ക ചോദിച്ചു. അപ്പോഴാണ് അവര് സത്യം പറയുന്നത്. സംഭവം ജെയിന് ക്രില്ലിന്റെ ഭാര്യയാണ്. അവർക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഗെയിം ഷോയിൽ വന്നത്. അങ്ങനെയെങ്കിൽ ഇവര് 2 പേരും ചേർന്ന് തീർച്ചയായും ഞങ്ങൾ 2 പേരിലും ആരെങ്കിലും ഒരാളെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് ലൂക്കയ്ക്കും ജോണിനും മനസ്സിലായി. അങ്ങനെ ആരെ തിരഞ്ഞെടുക്കണമെന്നോർത്ത് 4 പേരും കൺഫ്യൂഷനിലായി. അതിനിടയിൽ 2 മിനിറ്റ് തീരുകയും ചെയ്തു. സമയപരിധിക്ക് മുന്നേ ആരെയെങ്കിലും തിരഞ്ഞെടുക്കാത്തതിനാൽ കമ്പ്യൂട്ടർ തന്നെ ഒരാളെ റാൻഡമായിട്ട് തിരഞ്ഞെടുത്തു. അത് ജെയിനെ ആയിരുന്നു. അത് കേട്ട് ക്രില്ലിന്റെ ചങ്ക് തകർന്നു. അവള് സിവിലിയൻ ആയിരുന്നുവെന്ന് കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തു. ശേഷം അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നിന്നതും ക്രില്ല് ചാടി എണീറ്റ് അവളെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അവനും കൂടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. പണ്ട് ക്രില്ലിന്റെ ഒരു കൂട്ടുകാരൻ ഗ്ലാസ് കഷ്ണം കുത്തിക്കേറിയാണ് കൊല്ലപ്പെട്ടത്. അതിനാൽ ക്രില്ലിന് ഗ്ലാസ് കഷ്ണങ്ങളെയാണ് പേടി. അതുകൊണ്ട് അവനെയും ജെയിനെയും കമ്പ്യൂട്ടർ ഒരു വലിയ ഗ്ലാസിന് മുകളിൽ കൊണ്ടു നിർത്തി. പെട്ടെന്ന് ഗ്ലാസ് പൊട്ടാനും തുടങ്ങി. പേടിയുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനക്കട്ടിയുള്ളയാളാണ് ക്രിൽ. അവൻ ജെയിനെയും കൊണ്ട് വളരെ വേഗം ഓടി ഗ്ലാസിന്റെ അതിരിലെത്തി. കൂടുതലൊന്നും ചിന്തിക്കാതെ 2 പേരും അതിരിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ അവരൊരു ബീച്ച് പോലത്തെ സ്ഥലത്തിലായിരുന്നു. നോക്കിയപ്പോൾ അവിടെ ഒരു ഭീകരമായ മോൺസ്റ്റർ ഉണ്ട്. ജെയിന് വലിയ മോൺസ്റ്റേഴ്സിനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഇവരെ ഈ സിമുലേഷനിൽ കൊണ്ടിട്ടത്. ജെയിനോട് ചെന്ന് ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് മോൺസ്റ്ററിനെ നേരിടാൻ പോയി. മോൺസ്റ്റർ അവനെ പല തവണ ആക്രമിക്കാൻ നോക്കി. എന്നാൽ അവൻ വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി. അതിനിടയിൽ മോൺസ്റ്ററിന്റെ ദേഹത്ത് സൂര്യപ്രകാശം കൊണ്ടതും അത് കിടന്നലറുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ അതാണ് മോൺസ്റ്ററിന്റെ വീക്ക്നെസ് എന്ന് അവന് മനസ്സിലായി. പക്ഷേ ചെറിയൊരു ഇടനാഴിയിലൂടെ മാത്രമേ സൂര്യപ്രകാശം വരുന്നുള്ളൂ. മോൺസ്റ്റർ ആണെങ്കിൽ ആ സ്ഥലത്തോട്ട് വരുന്നതുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മോൺസ്റ്ററിന്റെ കഴുത്തിൽ ട്രയാങ്കിൾ ആകൃതിയിൽ ഒരു കണ്ണാടിയുള്ളത് ശ്രദ്ധിച്ചത്. അടുത്ത തവണ അത് ആക്രമിക്കാൻ വന്നതും അവൻ അതിന്റെ മണ്ടയിൽ ചാടിക്കേറി ആ കണ്ണാടി കൈക്കലാക്കി. എന്നിട്ട് അത് വെച്ച് സൂര്യപ്രകാശത്തിനെ മോൺസ്റ്ററിന്റെ ദേഹത്ത് പ്രതിഫലിപ്പിച്ചു. അപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് മോൺസ്റ്റർ പൊടിഞ്ഞുപോയി. അങ്ങനെ അവരെ രക്ഷപ്പെട്ടു. ഈ സമയം വെറും 2 കണ്ടസ്റ്റന്റ്സ് മാത്രമുള്ളതിനാൽ മാഫിയ ജയിച്ചുവെന്ന് ഹോസ്റ്റ് അനൗൺസ് ചെയ്തു. അതോടെ ഗെയിം ഷോ അവസാനിച്ചു. ക്രില്ലും ജെയിനും ചലഞ്ചിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് 2 പേരെയും ഹോസ്റ്റ് ജീവനോടെ വിട്ടു. അങ്ങനെ അവര് കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും ഷോ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റ് അവരെ കാണാൻ വന്നു. ഹോസ്റ്റ് അവരോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം ഹോസ്റ്റ് ആണ് നേരത്തെ ക്രില്ലിന്റെ സീറ്റിന്റെ ലോക്ക് മാറ്റിക്കൊടുത്തത്. അതുകൊണ്ടാണ് അവന് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയതും അവളെ രക്ഷിക്കാൻ പറ്റിയതും. അവര് തമ്മിലുള്ള സ്നേഹം കാരണം അവര് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ വ്യൂവേഴ്സിന് തീർച്ചയായും ഇഷ്ടം കാണുമെന്ന് ഹോസ്റ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഹോസ്റ്റ് അതിനൊരു അവസരം ഒരുക്കി കൊടുത്തത്. എന്തായാലും അടുത്ത് ലൂക്കയുടെ രംഗമാണ് കാണിക്കുന്നത്. അയാള് അയാളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇയാളാണ് ജയിച്ചതെന്ന് നമ്മൾ ഊഹിക്കും. എന്നാൽ അടുത്ത് ജോണിന്റെ വീട്ടിലെ രംഗവും കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ ജയിച്ചുവെന്ന് ജോൺ അവന്റെ ഭാര്യയോട് പറഞ്ഞു. അത് കേൾക്കുമ്പോഴാണ് രണ്ടാമത്തെ മാഫിയ യഥാർത്ഥത്തിൽ ഇവനായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.